അതേ മക്കളെ, ഫൈനലി നമ്മൾ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ 9 CBSEയുടെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ ബയോളജിയുടെ ഒരു അനാലിസിസ് ആണ് സാർ പറയാൻ പോകുന്നത്. ബയോളജി എങ്ങനെയാണ് നമുക്ക് പണി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കണം. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഒരുപാട് കാര്യങ്ങൾ സാറിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഈ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട്. സോ മക്കളെ, നമ്മുടെ ഓൾഡ് NCERT, അതായത് നിങ്ങൾക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ് പഠിച്ച NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കിലിട്ട പേര് എക്സ്പ്ലോറേഷൻ എന്നാണ്. ചെറിയ ക്ലാസ്സുകളിൽ അവർ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ക്യൂരിയോസിറ്റി എന്നുള്ളൊരു പേരിലാണ് ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 9 CBSEയിലേക്ക് വരുമ്പോൾ എക്സ്പ്ലോറേഷൻ, ആദ്യം ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്ന് നമ്മൾ സയൻറ്റിഫിക് കോൺസെപ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. ചുരുക്കം പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ അർത്ഥം. സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് നമ്മുടെ മാറിയ സിലബസ് ഉണ്ടല്ലോ, മുന്നത്തെ സിലബസ്, അതിൽ നമുക്ക് 3 ചാപ്റ്ററുകളാണ് ബയോളജിയിൽ പഠിക്കാനുണ്ടായതെങ്കിൽ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് 4 ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു ചാപ്റ്റർ മാത്രമല്ലേ അധികം ഉള്ളൂ എന്നുള്ള കാര്യം, അത് നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മക്കളെ, കാര്യമായൊരു അപ്ഡേറ്റ്, ഓരോ ചാപ്റ്ററും നമ്മൾ മുന്നേ ഉണ്ടായ സിലബസിലെ ചാപ്റ്ററും ഇപ്പോഴത്തെ ചാപ്റ്ററും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഇൻ ഡെപ്തിൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്, ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 3 ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ ടിഷ്യൂസ് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു. തേർഡ് ചാപ്റ്റർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് റിസോഴ്സ് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റഡ് സിലബസിലേക്ക് വരുമ്പോൾ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്നൊരു ചാപ്റ്ററാണ് വന്നിരിക്കുന്നത്. ടിഷ്യൂസിന് പകരം അത് തന്നെയാണ് ടിഷ്യൂസ് ഇൻ ആക്ഷൻ എന്നുള്ള രീതിയിലൊരു ചാപ്റ്റർ വന്നിട്ടുണ്ട്. എന്നാൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് റിസോഴ്സ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അവർ ഒഴിവാക്കിയിട്ട് പകരം 2 ചാപ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് റീപ്രൊഡക്ഷൻ, ഹൗ ലൈഫ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ പാറ്റേൺസ് ഇൻ ലൈഫ്, ഡൈവേഴ്സിറ്റി ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്നൊരു ചാപ്റ്ററുമാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൂടെ, പുതിയ ടെക്സ്റ്റ് ബുക്കിലൂടെ ഓരോ ചാപ്റ്റേഴ്സിലൂടെയും നമ്മൾ നോക്കുന്ന സമയത്ത് അത്ര കണ്ട് വളരെ കൂടുതലായിട്ടുള്ള കൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ മികച്ച രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതൊരു ഫാക്റ്റാണ്. മക്കളെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇത് കാഴ്ചവെക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരു ഗ്ലിംസിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു സെല്ലിൻ്റെ ചാപ്റ്ററാണ്. അവിടെ മെയിൻലി റെസല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ കണ്ണിൻ്റെ റെസല്യൂഷൻ, മാഗ്നിഫിക്കേഷൻ, മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചർ, മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സെല്ലിനെ കുറിച്ച്, നമ്മൾ ചാപ്റ്റർ സെല്ലാണല്ലോ, സെല്ലിൻ്റെ ഡീറ്റെയിലിങ്, സെൽ മെംബ്രെയിൻ, സെൽ വാള്, സെൽ ഓർഗനൽസ്, ഓരോ സെൽ ഓർഗനൽസിൻ്റെ ഫങ്ഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റഡ് സിലബസിൽ, മുന്നിലുള്ള സിലബസിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടോണിസിറ്റി പഠിക്കുന്നുണ്ട്. ഹൈപ്പോടോണിക് സൊല്യൂഷൻ, ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ, ഐസോടോണിക് സൊല്യൂഷൻ, പിന്നെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഇതൊക്കെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് 9ലേക്ക് വന്നു എന്നുള്ളത് അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. ഈവൺ ദോ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്, ടഫ് ആണെങ്കിൽ പോലും ഇത് ക്ലിയറായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹയർ സെക്കൻഡറി സ്റ്റഡീസ് കംപ്ലീറ്റ്ലി ഈസിയാവും എന്നുള്ളൊരു ഫാക്റ്റാണ്. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളൂ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ, പ്രൊകാരിയോട്ടിക് സെൽ, യൂക്കാരിയോട്ടിക് സെല്ല്, പിന്നെ സെൽ ഡിവിഷൻ, സെൽ തിയറി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ സിലബസിൽ ക്യാൻസറസ് സെല്ലുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഏരിയ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഓരോ സിനാപ്സിസായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ടിഷ്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ആനിമൽ ടിഷ്യൂസ്, പ്ലാന്റ് ടിഷ്യൂസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, എല്ലാ ആസ്പെക്റ്റിലും ഒരു ചെടിയിലുള്ള എല്ലാ ടിഷ്യൂസിനെയും നമ്മൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിൽ അത്ര കണ്ട് പഠിക്കാനുണ്ടായിരുന്നില്ല, മീൻസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മുന്നേയുള്ള ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ആനിമൽ ടിഷ്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ്, അതിൽ തന്നെ അതിൻ്റെ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെ അതുപോലെ തന്നെ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തെക്കുറിച്ച്, നമ്മുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, നമ്മുടെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ജോയിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം വളരെ വാസ്റ്റായിട്ട് തന്നെയാണ് ടിഷ്യൂസ് എന്ന ചാപ്റ്ററും ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ റീപ്രൊഡക്ഷനെ കുറിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ടൈപ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച്, അതുപോലെ തന്നെ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ പ്ലാന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതൊന്നും കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് അത്ര കണ്ട് പഠിക്കാനുണ്ടായിരുന്നില്ല.
മാത്രമല്ല ഞാൻ പറഞ്ഞു റീപ്രൊഡക്ഷൻ എന്നുള്ള സാധനം നമുക്ക് കഴിഞ്ഞ അപ്ഡേറ്റിന് മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നില്ല. അത് 10ലായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഏരിയ അങ്ങനെ കണ്ട് നമ്മൾ 9ലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. അതുപോലെ തന്നെ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുന്നുണ്ട്, ആനിമൽസിൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ ബീൻസിൽ നമ്മൾ പ്രഗ്നൻസി പീരീഡ്, പ്രഗ്നൻസിയിൽ നടക്കുന്ന ചേഞ്ചസ്, മെറ്റേണൽ ഹെൽത്ത്, അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത്, പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ പഠിക്കുന്നുണ്ട്, പിന്നെ STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പിന്നെ MTP, നമ്മൾ അബോർഷൻ ഉണ്ടല്ലോ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതേക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്ര കണ്ട് സിലബസ് വർദ്ധിച്ചു എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി സാറ് പറയുന്നതല്ല, ഇതാണ് റിയാലിറ്റി. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ഡൈവേഴ്സിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മുടെ ഭൂമിയിൽ വളരെ കൂടുതൽ ജീവജാലങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ജീവജാലങ്ങളുണ്ട്, നമ്മൾ കണ്ടെത്താത്ത ജീവജാലങ്ങളും ഉണ്ട്, ശരിയല്ലേ? നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് ചില ജീവജാലങ്ങളെ കണ്ടെത്തിയെന്ന് നമ്മൾ ന്യൂസുകൾ കാണാറുണ്ട്. അപ്പം മനുഷ്യർ കണ്ടെത്താത്ത ഇനിയും ജീവജാലങ്ങളുണ്ട്. അപ്പം ഇത്രയും ജീവജാലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ അതേക്കുറിച്ച് പഠിപ്പിക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ ഹയർ സെക്കൻഡറിയുടെ ചാപ്റ്ററിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ആര് പ്രപ്പോസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഫൈലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ആനിമൽ കിങ്ഡത്തിൽ. ഇപ്പോൾ ടാക്സോണമിക്കൽ ഹൈറാർക്കി, ഓരോ ജീവികൾക്കും സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ് ഈ സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നത്, സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, വലിയൊരു മലയാണ് നമുക്ക് കയറാനുള്ളത്. അത്ര കണ്ട് സിലബസിൽ നമുക്ക് കാര്യങ്ങൾ, കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം? കൃത്യമായ സ്ട്രാറ്റജിയിൽ പഠിക്കണം. ഒന്നാമത്തെ കാര്യം, റിസോഴ്സ് അവൈലബിലിറ്റി ഇപ്പോൾ ഇല്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് വന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് ഫ്രഷ് ആയിട്ടുള്ള സിലബസ് ആണ്, ഫ്രഷ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇത് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒറ്റയ്ക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു അത്ര കണ്ട് സിലബസ് കോൺസെപ്റ്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളത് കുറച്ചൊരു ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ ഒരുപാട് വായിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല, നിങ്ങളുടെ കൂടെ സൈലം എന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 9 CBSE പഠനം എളുപ്പമാക്കാൻ വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നിഞ്ച ബാച്ച്. നിഞ്ച ബാച്ചിൽ ഈ ഓരോ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ബയോളജിയുടെ കേസ് പറയുകയാണെങ്കിൽ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമ്മളൊരു 7-8 പാർട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ടെക്സ്റ്റ് ബുക്കിലെ A to Z കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് കൃത്യമായി കോൺസെപ്റ്റുകൾ പഠിപ്പിച്ച് തന്നിട്ട് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാം നടത്തി നിങ്ങളെ പക്ക കംപ്ലീറ്റ് സെറ്റാക്കുന്ന ഒരു ബാച്ചാണ് നിഞ്ച ബാച്ച്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെ, ബയോളജിയുടെ കേസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെയാണ്. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് ഓരോ പാർട്ടുകൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എക്സാം എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും മോഡൽ എക്സാം പോലും എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബാച്ചാണ് നിഞ്ച ബാച്ച്. ഇതിനോടകം തന്നെ ഒരുപാട് മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, വളരെ പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം തന്നെയാണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അനായാസം പഠിച്ചെടുക്കാം. കാരണം തുടക്കത്തിൽ പഠിക്കുമ്പോൾ ആ ട്രാക്കിൽ നിങ്ങൾ വന്നു കഴിയും. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് വളരെ പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിച്ചു പൊളിച്ച് പഠിക്കാം സൈലത്തിനൊപ്പം.